കേരളത്തിൽ ചാർജ് ചെയ്യാൻ ഏറ്റവും റേറ്റ് കുറവ് കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷനിലാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കെ.ഇ.മാപ്പ് എടുത്തൊന്ന് റീചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കാര്യം റീചാർജ് ഒന്നും നടക്കത്തില്ല. ഇങ്ങനെ ഇറർന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ചാർജ് മോഡോ ജെൻഡാരിഗോ തുടങ്ങിയ മറ്റ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെഷീൻ ഫാൾട്ട്. ഇതാണ് കേരളത്തിലെ കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷനിലെ അവസ്ഥ. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ചാർജ് ചെയ്യാൻ ഇപ്പം നിലവിൽ ഏറ്റവും റേറ്റ് കുറവ് കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷനിലാണ്. അപ്പോൾ പ്രൈവറ്റ് ചാർജ് സ്റ്റേഷനിൽ ഏകദേശം 20 രൂപ മുതൽ 26 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്ന ടൈമിൽ സോളാർ അവർ ആണെങ്കിലും നോൺ സോളാർ അവർ ആണെങ്കിലും നമുക്ക് കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് 13-15 രൂപയ്ക്ക്, അത് GST ഉൾപ്പെടെ 15 രൂപയ്ക്ക് ഒരു യൂണിറ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കെ.എസ്.ഇ.ബി ചാർജ് സ്റ്റേഷനുകളും വർക്കിംഗ് അല്ല എന്നുള്ളതാണ് സത്യം. ഇനി ആപ്ലിക്കേഷനിലൊക്കെ നോക്കി വർക്ക് ചെയ്യുന്ന ഒരു ചാർജ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി വണ്ടി ചാർജ് ചെയ്യാനിട്ടാലോ ആ ഒരു ടൈമിൽ മെഷീൻ കംപ്ലൈന്റ് ആവും. അപ്പോൾ ഇതാണ് കേരളത്തിലെ കെ.എസ്.ഇ.ബിയുടെ പല ചാർജ് സ്റ്റേഷനിലെ അവസ്ഥ. കഴിഞ്ഞ ഗുരുവായൂർ ട്രിപ്പിൽ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കെ.എസ്.ഇ.ബിയുടെ വളപ്പാടുള്ള ചാർജ് സ്റ്റേഷനിൽ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ചാർജ് ചെയ്യാനായിട്ട് പോയത്. കാര്യം ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊട്ടടുത്ത് ഭവൻ ഹോട്ടലുണ്ട്, അവിടെ പോയി ചാർജ് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഒരുപാട് ഡ്രൈവ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോൾസും മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കാനും തിരിച്ച് കോൾ ബാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷൻ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് മെഷീൻ ആയാലും വണ്ടി ആയാലും ഫുള്ളി കവേർഡ് ആയിട്ട് കിടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മഴയുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷൻ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പോയത്. അത് മാത്രമല്ല, അന്ന് നമ്മൾ കെ.എസ്.ഇ.ബിയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരും കെ.ഇ.മാപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതൊന്നും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇതാണ് വളപ്പാടുള്ള കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷൻ. അപ്പം നമ്മുടെ മറ്റെല്ലാ കെ.എസ്.ഇ.ബി ചാർജ് സ്റ്റേഷനിലും കാണുന്നത് പോലെ തന്നെ നമുക്കിവിടെ 3-4 മെഷീനുണ്ട്. പക്ഷേ നമ്മുടെ CCS2 ഗണ്ണ് വരുന്ന മെഷീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ചാർജർ. അതിൽ തന്നെ ശരിക്കും 3 ഗണ്ണുണ്ട്. അതിൽ ഒരു ഗൺ മാത്രമാണ് ഈ പറഞ്ഞ CCS2 ഗണ്ണുള്ളത്. ബാക്കിയുള്ള മറ്റ് 3 മെഷീനുകളും GBT ഗണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കണക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ അറ്റ് എ ടൈം ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ചാർജ് ചെയ്യാനായിട്ട് കെ.ഇ.മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് എടുത്തത്. കാര്യം നമുക്ക് വേണമെങ്കിൽ ചാർജ് മോഡുണ്ട്, ജെൻഡാരിഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. ഇതിൽ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കെ.ഇ.മാപ്പ് ആപ്ലിക്കേഷനിൽ ഫണ്ട് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ചാർജ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കെ.ഇ.മാപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നോർമലി നമ്മൾ ചാർജ് മോഡ് യൂസ് ചെയ്തിട്ടാണ് കെ.എസ്.ഇ.ബിയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ കണക്ക് എമൗണ്ട് ഒക്കെ എൻ്റർ ചെയ്ത് ഈ പറഞ്ഞ കണക്ക് പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ വരുന്നത് കെ.എസ്.ഇ.ബിയുടെ തന്നെ ഒരു പേയ്മെൻറ്റ് ലോഗോയാണ്. പക്ഷേ അതൊക്കെ വരാനായിട്ട് നല്ല രീതിയിൽ ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി വന്ന് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കെ.എസ്.ഇ.ബിയുടെ ഒരു പേയ്മെൻറ്റ് ലിങ്കിലേക്ക് പോകും. പക്ഷേ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കാണിക്കുന്നത്, ഈ പറഞ്ഞ എറർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതല്ലാതെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല. പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 2-3 വട്ടം ട്രൈ ചെയ്തു. ഈ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 തവണ ഒന്ന് ട്രൈ ചെയ്തു. കാര്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തൊന്ന് ചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമായിരുന്നു. നമ്മൾ ഇതുവരെയും കെ.ഇ.മാപ്പ് യൂസ് ചെയ്ത് ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലകയൊക്കെ കാത്ത് നമ്മൾ ലാസ്റ്റ് തവണ ഒന്നുകൂടെയൊക്കെ നോക്കി. ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഈ പറഞ്ഞ കണക്ക് പേയ്മെൻറ്റിൻ്റെ ആ ഒരു വരുന്നു, പിന്നെ നമ്മൾ നേരെ ഇറർ കോഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചാർജ് മോഡ് അല്ലെങ്കിൽ ജെൻഡാരിഗോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ജെൻഡാരിഗോയിൽ കുറച്ച് ഫണ്ട് കടന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടാണ് ചാർജ് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ചാർജ് സ്റ്റേഷൻ എടുത്തു. അപ്പോൾ ആ ചാർജ് സ്റ്റേഷനിൽ ഗണ്ണ് സെലക്ട് ചെയ്യണം. കാര്യം അവിടെ ഒരുപാട് ഗണ്ണുണ്ട്. CCS2 ഗണ്ണുണ്ട്, അതുപോലെ തന്നെ Type 2 ഉണ്ട്, പിന്നെ GBT ഗണ്ണുണ്ട്. അങ്ങനെ നമ്മൾ CCS2 ഗണ്ണ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പല ചാർജിങ് ആപ്ലിക്കേഷനിലും പല രീതിയാണ്. ചിലതിൽ ഈ പറഞ്ഞ ഗണ്ണ് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ചാർജിങ്ങിൻ്റെ പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ പറഞ്ഞ ചാർജർ സെലക്ട് ചെയ്ത് പിന്നീടാണ് ഗണ്ണ് കണക്ട് ചെയ്യേണ്ടത്. ഗണ്ണ് കണക്ട് ചെയ്തതിന് ശേഷം ഐ ഹാവ് ഡൺ ദിസ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നോർമലി ചാർജിങ് സ്റ്റാർട്ട് ആവുന്നത്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് അടുത്തൊന്നും ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കെ.എസ്.ഇ.ബി
ബിയുടെ ചാർജ് സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് ആദ്യം ഇതുപോലെ ചാർജിങ് ഇനിഷ്യേറ്റിംഗ് എന്നാണ് കാണിച്ചത്. അപ്പം നമ്മൾ വിചാരിച്ചു നോർമലി എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഈ പറഞ്ഞക്ക് ചാർജിങ് തുടങ്ങും. അപ്പം നോർമലി ഒരു ടൈം എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ചാർജിങ് ഒന്നും ഇനിഷ്യേറ്റ് ആയില്ല. പകരം CCS2 ഗണ്ണ് ഫാൾട്ടഡ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ചു. നമ്മൾ ചാർജ് മോഡിൻ്റെ കസ്റ്റമർ കെയറിലാണ് വിളിച്ചത്. പക്ഷേ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ചാർജർ അവൈലബിൾ എന്നുള്ള രീതിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചാർജർ ഫോൾട്ടഡ് ആണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചാർജ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചു വരുവാണ് ചെയ്തത്. നമ്മുടെ വണ്ടിയിൽ അടുത്ത ചാർജ് സ്റ്റേഷൻ വരെ പോകാനുള്ള ചാർജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാർജ് സ്റ്റേഷനെ വിശ്വസിച്ച് ഇവിടെ ചാർജ് ചെയ്യാൻ വരുന്ന വണ്ടികൾ, അതായത് ഇപ്പം ചിലപ്പം ചില ആൾക്കാർ ചാർജ് സ്റ്റേഷനിൽ എത്തുന്നത് 10% താഴെ വരുമ്പോഴായിരിക്കും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് പണി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പലരും ഈ പറഞ്ഞ EVയിൽ പോയിട്ട് വഴിയിലാവുന്നത്. ഇനി ഏറ്റവും വലിയ കോമഡി, 4 മെഷീനുള്ള ആ ഒരു ചാർജ് സ്റ്റേഷനിൽ വർക്കിംഗ് ആയിട്ടുള്ള ആകപ്പാടെ ഉള്ള ഒരു CCS2 ഗൺ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുവാണ്. ഈ ഒരു ഗണ്ണ് ഇനി ശരിയാക്കാനായിട്ട് ആരും ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇനി അവിടെ ചെല്ലുന്ന ഏതെങ്കിലും കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടോ പിന്നെ നാച്ചുറലായിട്ട് മെഷീന് തോന്നിയിട്ട് അങ്ങ് റെഡി ആവുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊക്കെ റെഡി ആവുന്നത്. കാര്യം ഒരു KSEB ഉദ്യോഗസ്ഥനും ഈ പറഞ്ഞ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ചാർജർ റെഡിയാക്കാനായിട്ട് മുന്നോട്ട് വരത്തില്ല. അതേസമയം ഇതൊരു പ്രൈവറ്റ് ചാർജ് സ്റ്റേഷൻ ആണെങ്കിൽ അവരുടെ ഒരു വരുമാനം കുറയുമെന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ഒരു ചാർജ് സ്റ്റേഷൻ ഓണറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ എല്ലാ KSEB ചാർജ് സ്റ്റേഷനെയും പറയുന്നതല്ല, പക്ഷേ പല ചാർജ് സ്റ്റേഷനും, കാര്യം കൊട്ടാരക്കരയിലൊക്കെ KSEB ചാർജ് സ്റ്റേഷൻസ് 2-3 മാസങ്ങൾ ഓപ്പൺ ആവാതെ വർക്ക് ചെയ്യാതെ കിടന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതാണ് KSEBയുടെ ചാർജ് സ്റ്റേഷനിലെ അവസ്ഥ. നിങ്ങൾ KSEBയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതുപോലുള്ള EV റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ.